Good morning. Today going to talk about content creation. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് ഇൻ ഹെൽത്ത് കെയർ എന്നുള്ള സബ്ജക്റ്റിലെ ഫോർത്ത് യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോണ്ടൻറ്റ് ക്രിയേഷൻ. ഓൾ ക്വാളിറ്റി ഹെൽത്ത് കെയർ കോണ്ടൻറ്റ് മസ്റ്റ് ബാലൻസ് സയൻറ്റിഫിക് ഇൻറ്റഗ്രിറ്റി വിത്ത് ഓഡിയൻസ് ആക്സസിബിലിറ്റി. അതായത് ഹെൽത്ത് കെയർ കോണ്ടൻറ്റ് എന്ത് ബാലൻസ് ചെയ്യണം? സയൻറ്റിഫിക് ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റി വേണം, ഒരു സമഗ്രത വേണം, അതേപോലെ തന്നെ ഓഡിയൻസിന് ആക്സസബിൾ ആയിരിക്കണം. നമ്മൾ ഏത് ഓഡിയൻസിനാണോ കൊടുക്കുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള സെമി ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെയാണ് കൊടുക്കുന്നത് വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ. അതാണ് ഓഡിയൻസ് ആക്സസബിലിറ്റി എന്ന് പറയുന്നത്. അതനുസരിച്ചുള്ള പ്രാക്ടീസാണ്, ബെസ്റ്റ് പ്രാക്ടീസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം കൊളാബറേറ്റ് വിത്ത് ക്ലീൻ വിഷൻസ്, എൻഷുർ ആക്യുറസി ആൻഡ് ക്രെഡിബിലിറ്റി. നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻ ആക്യുറേറ്റ് ആവണം, ക്രെഡിബിൾ ആയിരിക്കണം. യൂസ് സ്റ്റോറി ടെല്ലിംഗ്, ട്രാൻസ്ലേറ്റ് ടെക്നിക്കൽ ഇൻഫോർമേഷൻ ടു റിലേറ്റബിൾ പേഷ്യൻ്റ് എക്സ്പീരിയൻസ്. ആ ടെക്നിക്കൽ ഇൻഫോർമേഷൻ ആണെങ്കിലും പേഷ്യൻ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് കണക്ട് ചെയ്ത് ഒരു സ്റ്റോറി പോലെ പറയണം. ഇൻകോർപ്പറേറ്റ് വിഷ്വൽ എയ്ഡ്സ്, ചാർട്ട്, ഫോട്ടോസ്, ഡയഗ്രാംസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിട്ടൻഷൻ. അതിന് വേണ്ടിയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വിഷ്വൽ എയ്ഡ്സ് ചാർട്ടായിട്ടും ഫോട്ടോസായിട്ടും ഡയഗ്രാംസ് ആയിട്ടും നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ഒപ്റ്റിമൈസ് ഫോർ സെർച്ച് എഞ്ചിൻസ്, യൂസ് റെലവൻറ്റ് കീവേഡ്സ് ടു ഇൻക്രീസ് ഓൺലൈൻ വിസിബിലിറ്റി. ഓൺലൈൻ വിസിബിലിറ്റി കൂടാൻ വേണ്ടിയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള കീവേഡ്സൊക്കെ യൂസ് ചെയ്യണം. അതായത് തമ്പനെയിൽ കൊടുക്കുന്നത് നല്ല ഇതായിട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്കത് സെലക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കിട്ടുള്ളൂ. റിവ്യൂ റെഗുലർലി, അപ്ഡേറ്റ് ആൻഡ് ഔട്ട്ഡേറ്റഡ് മെറ്റീരിയൽ ടു പ്രിവെൻറ്റ് മിസ്ഇൻഫോർമേഷൻ. അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. മെയിൻറ്റെയിനിങ് ടോൺ കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ ലാംഗ്വേജ് വിത്ത് ഓർഗനൈസേഷണൽ വാല്യൂസ്, കമ്പാഷനേറ്റ്, പ്രൊഫഷണൽ ആൻഡ് എംപവറിങ്. അത് കമ്പാഷനേറ്റ് ആയിട്ട് വേണം, പ്രൊഫഷണൽ ആയിട്ട് വേണം, എംപവറിങ് ആയിട്ട് വേണം. ഇനി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് പ്രൊമോഷൻ. ഈ കോണ്ടൻറ്റ് മസ്റ്റ് ബി റീച്ച് ദ റൈറ്റ് ഓഡിയൻസ് ഓഫ് ദി ഇഫക്റ്റീവ് ഡിസ്ട്രിബ്യൂഷൻ സ്ട്രാറ്റജീസ്. അത് കറക്റ്റായിട്ടുള്ള ഓഡിയൻസിലേക്ക് എത്താനായിട്ട് നമ്മൾ അത് കൃത്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഓൺ ദി മീഡിയ, വെബ്സൈറ്റ്, പേഷ്യൻ്റ് പോർട്ടൽ, ഇൻ ഹൗസ് ന്യൂസ് ലെറ്റേഴ്സ് എന്ന അത് നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഷെയർഡ് മീഡിയ, സോഷ്യൽ പ്ലാറ്റ്ഫോംസ് വേർ പേഷ്യൻ്റ് എൻഗേജ് വിത്ത് പോസ്റ്റേഴ്സ് ആൻഡ് ഷെയർസ് വിത്ത് നെറ്റ്വർക്ക്. അത് എൻഗേജ് ചെയ്യുന്ന പേഷ്യൻ്റ് എൻഗേജ് ചെയ്യുന്ന പോസ്റ്റേഴ്സിൽ സാധാരണ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ പിൻട്രസ്റ്റ്, അങ്ങനെയുള്ള പല സോഷ്യൽ മീഡിയാസിലും നമ്മൾ അത് പോസ്റ്റ് ചെയ്യാം. ഏൺഡ് മീഡിയ, പ്രസ് കവറേജ്, കമ്മ്യൂണിറ്റി സൈറ്റേഷൻസ്, ബാക്ക് ലിങ്ക്സ് ഫ്രം റിപ്യൂട്ടബിൾ സോഴ്സസ്. അതായത് പ്രസ് കവറേജ്, നമ്മൾ കവറേജ് കൊടുക്കുന്നത്, പ്രസ് കവറേജ് നമുക്ക് എന്താ പറയുക, ന്യൂസ് പേപ്പറിലൊക്കെ കൊടുക്കുന്ന പോലെ കുറേ കവറേജ് ഉണ്ടായിരിക്കണം. കമ്മ്യൂണിറ്റി സൈറ്റേഷൻ ഉണ്ടായിരിക്കണം, ഏത് സമൂഹത്തെ കുറിച്ചിട്ടുള്ളതെന്നുള്ളതായിരിക്കണം. അതുപോലെ ലിങ്കുകൾക്ക്, ആ ലിങ്കുകൾക്ക് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റണം. പെയ്ഡ് പ്രൊമോഷൻ, ബൂസ്റ്റഡ് പോസ്റ്റേഴ്സ്, സ്പോൺസർഡ് സെർച്ച് ആഡ്സ്, ടാർഗറ്റ് ഔട്ട്റീച്ച് ക്യാമ്പയിൻസ്. അതായത് നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ, ചിലതൊക്കെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് അല്ലെങ്കിൽ പേഷ്യൻ്റെ കയ്യിലേക്ക് എല്ലായിടത്തേക്ക് എത്തണമെങ്കിൽ അതിന് പെയ്ഡ് ആയിട്ടുള്ള ഫോമിൽ കൊടുക്കാം. നമുക്ക് പോസ്റ്റേഴ്സ്, സ്പോൺസർഡ് ആഡ് കൊടുക്കാം, ടാർഗറ്റ് ഔട്ട്റീച്ച് ക്യാമ്പയിൻസ് പ്രൊവൈഡ് ചെയ്യാം. കമ്പൈനിങ് ദീസ് ചാനൽസ് ആംപ്ലിഫൈസ് റീച്ച്, റീഇൻഫോഴ്സ് മെസ്സേജ് അക്രോസ് ടച്ച് പോയിൻറ്റ്സ്, എൻഷുർ ദാറ്റ് വാല്യുബിൾ ഫൈൻഡ്സ് ഹൂ നീഡ് ഇറ്റ് മോസ്റ്റ്. അവർക്ക് കൃത്യമായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. മെഷറിങ് കോണ്ടൻറ്റ് ഇഫക്റ്റീവ്. കോണ്ടൻറ്റ് ഇഫക്റ്റീവ് ആവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഡാറ്റ കൺഫേം വെദർ കോണ്ടൻറ്റ് എഫേർട്ട് അച്ചീവ്ഡ് ഇൻറ്റൻഡഡ് ഗോൾസ്. മെട്രിക്സ് മേ ബി ഇൻക്ലൂഡ് ട്രാഫിക്, വിസിറ്റ് ടു ബ്ലോഗ് പേജസ്, വീഡിയോസ്, പോർട്ടൽസ്. അത് നമ്മൾ എന്താണ്, ട്രാഫിക്, ബ്ലോഗ് പേജസ് എത്ര പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട്, വീഡിയോസ്, പോർട്ടൽസ്, അതൊക്കെ നമ്മൾ മെഷർ ചെയ്യാം. ദെൻ എൻഗേജ്മെൻറ്റ്, ലൈക്സ്, ഷെയർ, കമൻറ്റ്, ടൈം ഓൺ പേജ്, എത്ര സമയം ചിലവഴിക്കുന്നു, അതൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുക. കൺവേർഷൻ, അപ്പോയിൻമെൻറ്റ് ബുക്കിംഗ്, ഡൗൺലോഡ്സ്, ഇൻക്വയറീസ് ഒറിജിനേറ്റിംഗ് ഫ്രം കോണ്ടൻറ്റ് പ്ലേസസ്. അതായത് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടോ, ഡൗൺലോഡ് ചെയ്യുന്നുണ്ടോ, ഒറിജിനൽ കോണ്ടൻറ്റ് നമ്മുടെ പീസസ്, അതിൻ്റെ കാര്യങ്ങൾ അവർ സ്ക്രീൻഷോട്ട് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ നോക്കുക. ഓഡിയൻസ് ഗ്രോ, ന്യൂ ഫോളോവേഴ്സ് ഓർ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബേഴ്സ് ഓവർ ടൈം. പുതിയ ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്, ഓഡിയൻസ് ഗ്രോത്ത് ഉണ്ടോ എന്നുള്ളത് സെർച്ച് ചെയ്യുക. ഹെൽത്ത് ഇമ്പാക്റ്റ് ഇൻഡിക്കേറ്റേഴ്സ്, അപ്ടേക്ക് ദ പ്രിവെൻറ്റീവ് സർവീസ് ആഫ്റ്റർ അവയർനെസ് ക്യാമ്പയിൻ. എത്രമാത്രം പ്രിവെൻറ്റീവ് ആയിട്ടുള്ള അപ്ടേക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് മെഷറിങ് കോണ്ടൻറ്റ് ഇഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.